ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സിദാസ് ഡ്രീം ലാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കുട്ടി വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സിദമോൾ ഇന്ന് ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ സിദൂട്ടിയെ ഉസ്താദിനെ കൊണ്ടും ടീച്ചറിനെ കൊണ്ടും ആദ്യാക്ഷരം എഴുതിപ്പിച്ചിട്ടുണ്ട്. ഉസ്താദിനടുത്ത് പോയപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ടീച്ചറിനടുത്തോട്ട് പോയപ്പോൾ ഉള്ള വീട് നമുക്കിനി കാണാം. അടുത്തൊരു വ്യാഴാഴ്ചയും ടീച്ചറിനടുത്ത് വിദ്യാരംഭത്തിൻ്റെ അന്നുമാണ് നമ്മൾ എഴുത്തിന് പോയത്. അപ്പം ടീച്ചറിനടുത്ത് പോകുന്നതിൻ്റെ അന്നത്തെ മുതലുള്ള വീഡിയോ ആണ് ഇനി കാണിക്കുന്നത്. സിന്ധുമോക്കാണെങ്കിൽ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരിയായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇക്കായുമായിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എഴുതാൻ പോകുന്നത് പന്തളത്തേക്കാട്ടോ. ഇക്കയ്ക്ക് അറിയാവുന്ന ഒരു ടീച്ചറാണത്. അപ്പോൾ ഞങ്ങൾ പന്തളം എത്തിയിട്ടുണ്ട്. വഴി കൂടെ എല്ലാം സിദ്ധമോടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ആദ്യം കയറിയില്ല. ആദ്യം ടീച്ചറിൻ്റെ അടുത്ത് പോയി എഴുതിയിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. നേരത്തെ പറഞ്ഞ കേട്ടോ, പൊന്നൂസ് നന്നായിട്ട് പഠിച്ചാണ്, നല്ല കുഞ്ഞാവണം അങ്ങനെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടീച്ചറിൻ്റെ വീടെത്തി. അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. സിതാക്ക് ഭയങ്കര പേടിയായിട്ട് പെട്ടെന്ന് വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുക. അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ സിത അവിടുത്തെ ഒരാളായി മാറി. അവിടെ ടീച്ചറിന് 2 പെൺമക്കളാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ കൂട്ടായി. അവരുടെ പഴമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവരുടെ വീട്ടിലെ കുഞ്ഞൊരു പട്ടിക്കുട്ടിയുടെ പാവക്കുട്ടിയാണ്. അത് സിതമോളങ്ങ് എടുത്ത് പട്ടി കറിക്കുന്ന കണ്ടിട്ട് പറയാനായിട്ട് തിരിച്ചോടി വന്നതാണ്. പിന്നെ ടീച്ചർ വന്നു. സിതാടെ തല തൊട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ട് മടി കുഞ്ഞിനെ ഇരുത്തി. അപ്പം അവിടെ തേനും ഒരു സ്വർണ്ണമോതിരം വെച്ചിട്ടുണ്ടായിരുന്നു. സ്വർണ്ണമോതിരം തേനി മുക്കിയിട്ട് സിതാടെ നാക്കിൽ ഹരിശ്രീ എഴുതി. സിതാണെങ്കിൽ തേൻ കിട്ടിയപ്പോൾ ആദ്യമേ അങ്ങ് തേൻ കുടിക്കാൻ നോക്കുമായിരുന്നു. നാക്ക് നീട്ടൊന്നും എഴുതാൻ സമ്മതിച്ചില്ല. നല്ല മധുരമായതുകൊണ്ട് അവളങ്ങ് തേൻ കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഹരിശ്രീ ഒക്കെ എഴുതിപ്പിച്ചു നാക്കിൽ. അതിനുശേഷം പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് അരി വെച്ചിട്ട് അതിനകത്തോട്ട് ഹരിശ്രീ എഴുതിപ്പിച്ചു. ആദ്യം സിതമോളുടെ ചൂണ്ടുവിരൽ കാണിക്കാൻ പറഞ്ഞിട്ട് അവൾ പിടിക്കാൻ വെച്ചാൽ അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ടീച്ചർ ഇങ്ങനെ പിടിപ്പിച്ച് അവളെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിച്ചു. ഓരോ അക്ഷരം എഴുതിപ്പിക്കുമ്പോഴും ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് സിത അതുപോലെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കാണിക്കാം. ഇങ്ങനെ കാണിച്ചോളൂ. അതെ ഗാന്ന് പറ. പറ പറ. താന്ന് പറ. താന്ന് പറ. അക്ഷരങ്ങളൊക്കെ എഴുതിപ്പിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക്. അവിടെ നിന്ന് അടുത്താണ് വീട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോയി. പിന്നെ ടീച്ചറുടെ മോള് അവൾ കളിച്ചുകൊണ്ടിരുന്ന പാവക്കുട്ടി അവൾ എടുത്തോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങൾ അവളുമായിട്ടുള്ള കുറച്ച് സെൽഫികൾ, പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയൊക്കെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കാം. വീട്ടിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോകുന്നായിരുന്നു. ഇക്കടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പം ബ്രദറിൻ്റെ ഫാമിലിയും നമ്മുടെ വീടും എല്ലാം നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം നമുക്ക് കാണിക്കാം. പിന്നെ ഞങ്ങൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. കുറേ ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ചായിരുന്നു. അതിൽ മണ്ണൊക്കെ നിറച്ച് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഒക്കെ വളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെടിച്ചട്ടിക്കകത്ത് മുളകിൻ്റെ തൈയും ക്യാബേജിൻ്റെ തൈയും ഒക്കെ നട്ട് വെക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. ഞാൻ കുറച്ച് ചട്ടികൾക്കകത്ത് എനിക്ക് റോസാ ചെടിയും മുല്ലച്ചെടിയൊക്കെ നട്ട് വെക്കാനുള്ള ഒരു പ്ലാനിങ്ങുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ റോസാ ചെടിയിൽ നിന്നും മുല്ലച്ചെടിയിൽ നിന്നും മുറിച്ചെടുത്ത് കമ്പുകളാണ് ഞാൻ നട്ടു വച്ചിരിക്കുന്നത്.
പിന്നെ സീതമോൾ ഇടയ്ക്കൊക്കെ വന്ന് കുറച്ച് കുസൃതികളും അവളുടെ പാട്ടുകളും. ചെടിയിൽ ചെടിച്ചട്ടിയിലാണെങ്കിലും മണ്ണും വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്യാബേജിൻ്റെ തൈയാണ്. 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി. കിളിക്കുമായിരിക്കും. കിളിക്കുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. കിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നടുന്നതെല്ലാം. ക്യാബേജിൻ്റെ തൈ നട്ട ശേഷം അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. ഇത് ഉണ്ടമുളകിൻ്റെ വിത്താണ്. പാവലിൻ്റെ വിത്ത് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അമ്മ ആണെങ്കിൽ മുളക് കഴുകിയിട്ട് നമ്മുടെ ഈ മുളക് പൊടിക്കാൻ വേണ്ടി എടുക്കത്തില്ലേ, ആ മുളക് കഴുകിയിട്ട് ഒഴിച്ചപ്പം കിളിച്ച കുറേ മുളകിൻ്റെ തൈകളുണ്ടായിരുന്നു. അതിനകത്ത് നല്ല തൈ നോക്കി പറിച്ചുകൊണ്ട് വരാനൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് 2-3 തൈകൾ നന്നായിട്ട് കിളിച്ചത് നോക്കി ഞാൻ പറിച്ചു കൊണ്ടുവന്ന് ഞങ്ങളതും ചെടിച്ചട്ടിയിലേക്ക് മാറ്റി. സിതമോൾ അവിടെ ഒരു കമ്പ് അന്വേഷിച്ച് നടക്കുക. അവൾ നേരത്തെ എടുത്ത കമ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞ് തപ്പി നടക്കുകയാണ് അവിടെ. പിന്നെ പറഞ്ഞു നേരത്തെ ഉണ്ടമുളകിൻ്റെ വിത്ത് നട്ടിട്ട് 2-3 ഉണ്ടമുളകിൻ്റെ തൈ കിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാനത് എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഈ കവറിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കിളിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ചാണെങ്കിൽ കിളിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം 1-2 തൈ പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം നമുക്കത് ഓരോ ചെടിച്ചട്ടിയിലേക്കാക്കി മാറ്റാം. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ നട്ട് വെച്ച ക്യാബേജിൻ്റെ അത് ആ ചെടിച്ചട്ടി എടുത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് മാറ്റി വെച്ചു. നിങ്ങൾ നേരത്തെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഹാങ്ങിങ് ബോട്ടിൽ വാങ്ങിക്കുന്നതായിട്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ തൂക്കി കുറേ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ 10 മണിയും കുറേ അല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നീലച്ചെടിയാണത്. പിന്നെ പേരറിയാത്ത കുറേ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് രാവിലെ അതൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടി. കുറേ ബോട്ടിലിൽ 10 മണി ചെടികളാണ്. അതിനകത്ത് പലതരം കളറുകളാണ്. നല്ല രസമാണ് രാവിലെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് കാണാൻ വേണ്ടി തന്നെ. സിതമോള് തിരക്കിട്ട പണിയിലാണ്. ആണെങ്കിൽ ഓരോരോ ചട്ടിയിൽ തൈകളൊക്കെ നട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കുറേ ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കിളിച്ചില്ല. കമ്പ് കൊണ്ട് നട്ടതായിരുന്നു. നമ്മൾ വഴിയിൽ നിന്നൊക്കെ കാണുമ്പം ഓരോ വീട്ടിലൊക്കെ ചോദിച്ച് വാങ്ങിച്ച് അതും പിന്നെ പന്തളത്തു നിന്ന് വന്നപ്പം അവിടെ നിന്ന് കുറേ ചെടികൾ കൊണ്ടുവന്നതും ഒക്കെ. പക്ഷെ അത് ശരിയായില്ല. ആ സമയത്തങ്ങ് വെയിലായിപ്പോയി. സിതമോൾ അവിടെ നിന്നൊക്കെ കുസൃതികൾ ഒപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിലെ ചെടിച്ചട്ടികളും പൂക്കളും നമ്മൾ നേരത്തെ നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂക്കളൊക്കെ വിടർന്നൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട്. നല്ല ഭംഗിയില്ല. നമ്മൾ നട്ട ചെടി കിളിക്കുക എന്നുള്ളതും അത് പൂ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അത് രാവിലെയൊക്കെ എഴുന്നേറ്റ് നിന്ന് കാണണം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. കൂടുതലും കൃഷിയോടാണ് താല്പര്യം. പിന്നെ ഞാൻ ചെടികളോടും. രണ്ടും കൂടാകുമ്പോൾ ആ വീട് മൊത്തം കാടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. ഇത് നിത്യവഴുതനങ്ങയുടെ ചെടിയാണിത്. കുറേ നിത്യവഴുതനങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ പയറും കോവലും ഒക്കെ ആയിരുന്നു. ഇക്ക വാങ്ങിയ തൈകളും പിന്നെ നമ്മുടെ വീട്ടുപരിസരത്തിലെ തൈകളും എല്ലാം കൂടെ നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളപ്പോൾ സെറ്റാക്കിയൊക്കെ വന്നപ്പോൾ തന്നെ സന്ധ്യയായി.
സിതമോൾ അപ്പം തന്നെ ചിണുങ്ങാൻ തുടങ്ങി. സിതമോനെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കടയിൽ കൊണ്ടുപോകാൻ. പിന്നെ പിറ്റേന്നത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തത്, രാവിലെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.